അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, സുന്നികളും ബിദ്അകളും പരസ്പരം തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമാണ് മദ്ഹബിന്റെ അനിവാര്യത എന്നുള്ളത്. നാലാലൊരു മദ്ഹബ് സ്വീകരിക്കൽ അനിവാര്യമാണെന്നും നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാതെ ഒരാളും പരിപൂർണ മുഅ്മിൻ ആവുകയില്ല എന്നും വിശ്വസിക്കുന്നവരാണ് സുന്നികളായ നാം. എന്നാൽ സുന്നി പണ്ഡിതന്മാർ നിങ്ങളെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകറ്റുന്നു എന്ന് ന്യൂനപക്ഷം വരുന്ന ബിദ്അകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പറയട്ടെ, മദ്ഹബ് നിഷേധിക്കുന്നവർ മദ്ഹബിനെ അംഗീകരിക്കാതെയും സ്വീകരിക്കാതെയും സ്വന്തമായ മതവിധികളെ കണ്ടെത്തുന്നവർ 4-8 40 അതിലേറെ വിഭാഗങ്ങളാകുന്ന ദയനീയ രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് മദ്ഹബിന്റെ അനിവാര്യതയെ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഅ. നാം ഖുർആനിൽ നിന്ന് ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ഖുർആനിൽ എല്ലാം ഉണ്ട്, അതുകൊണ്ട് മദ്ഹബിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തിയെടുക്കരുത്. കാരണം ഖുർആനിൽ എല്ലാം ഉണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ അത് കണ്ടെത്താനുള്ള ഒരു മനസ്സ് സാധാരണക്കാരായ നമുക്ക് ഇല്ല എന്നതും ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒട്ടകത്തിന്റെ ഒരു കയർ നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ അതിനെ കണ്ടെത്താറുള്ളത് വിശുദ്ധമായ ഖുർആൻ നോക്കിയാണ്. അങ്ങനെ വരുമ്പോ ദിനേന നാം നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു കാമിലായ രൂപം അത് പരിശുദ്ധമായ ഖുർആൻ നോക്കി കണ്ടെത്താമെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിർബന്ധമായിരിക്കെ അതിനെ എങ്ങനെ അറിയാമെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്ന് ഖുർആൻ പറഞ്ഞ മാനദണ്ഡത്തിലാണ് സുന്നികളായ നാം മദ്ഹബിന്റെ അഇമ്മത്തുകളെ തഖ്ലീദ് ചെയ്യുന്നത്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്. ഹലാൽ വളരെ വ്യക്തമാണ്, ഹറാമും വളരെ വ്യക്തമാണ്. പക്ഷേ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ തിരിച്ചറിയാനാകാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്, അത് കൂടുതൽ ആളുകളും അറിയാത്തവരാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരി 1-ാം വാല്യം 127-ാമത്തെ പേജിൽ പറയുന്നു, വമഫ്ഹൂമു ഖൗലിഹി കസീറൻ അന്ന മഅരിഫത ഹുക്മിഹാ മുംകിനുൻ ലാകിൻ ലിൽ ഖലീൽ മിനൻ നാസ് വഹും മുജ്തഹിദൂൻ. നേരത്തെ ഹദീസിൽ പറഞ്ഞ ലാ യഅലമുഹാ കസീറുൻ, കൂടുതൽ ആളുകളും അതിനെ അറിയാത്തവരാണ് എന്ന് പറയുമ്പോൾ കുറച്ചാളുകൾ അതിനെ അറിയുന്നവരാണെന്ന് ലഭിക്കുന്നു. അത് വഹും മുജ്തഹിദൂൻ, അത് മുജ്തഹിദികളാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ എല്ലാത്തിന്റെയും നിർണായകമായ വിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിൽ ഈ ആധുനിക യുഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് ശിശു പോലത്തെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായി പറയാതിരിക്കുമ്പോൾ മദ്ഹബിനെ നിഷേധിക്കുന്ന മദ്ഹബിനെ വിരോധികളായ പുത്തനാശയക്കാർക്ക് ഇസ്ലാം അപൂർണമാണെന്ന് പറയേണ്ടി വരും. അതേ പക്ഷം മുസ്ലിമീങ്ങളായ നമുക്ക്, മദ്ഹബിനെ അംഗീകരിക്കുന്ന സുന്നികളായ നമുക്ക്
നമ്മുടെ ഇമാമുമാർ ഈ ലോകത്ത് നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഖുർആനും ഹദീസും നോക്കി ഈ ലോകത്തിന്റെ മുന്നിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുന്നികളായ നമുക്ക് ലോകത്തൊരു ഭാഗത്തും ഇസ്ലാമിനെ തള്ളേണ്ട ഗതി വന്നിട്ടില്ല. അവസാനമായി മദ്ഹബിനെ വിരോധിക്കുന്ന, മദ്ഹബിനെ അംഗീകരിക്കാതെയും മദ്ഹബിനെ സ്വീകരിക്കാതെയും സ്വന്തമായ മതവിധികളെ കണ്ടെത്തുന്ന പുത്തനാശയക്കാരോട് പറയട്ടെ, വൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅതി ദാലുൻ മുദില്ലുൻ. നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാതെ മദ്ഹബിൽ നിന്ന് പുറത്തുപോയവർ അവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് സ്വാമി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് മുൻനിർത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.